ബഹിരാകാശത്തേക്ക് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയ്ക്കൊപ്പം പറന്നുയർന്ന ഉമ നെൽവിത്ത് പിറന്നത് കുട്ടനാട്ടിൽ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് 3 പതിറ്റാണ്ട് മുൻപ് പിറവിയെടുത്തതാണ് ഉമ. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ ദേവികയുടെ മകളുടെ പേരാണ് ഉമ. 1995 സംഭവം. പുതിയ വിത്ത് വികസിപ്പിക്കുമ്പോൾ അതിന് പേരിടാനുള്ള അവകാശം പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്കാണ്. കർഷകർക്ക് പറയാൻ എളുപ്പമുള്ളതാകണം എന്ന കാരണത്താലാണ് ഉമ എന്ന പേര് സ്വീകരിച്ചത്. അത് മകളുടെ പേരായത് യാദൃച്ഛികം. രേഖകൾ പ്രകാരം 1998 ഉമയെന്ന വിത്തിൻ്റെ പിറവി. പിൽക്കാലത്ത് കുട്ടനാട്ടുകാർക്ക് ലഭിച്ച ഏറ്റവും മികച്ച നെൽവിത്തെന്ന ഖ്യാതി ഉമ നേടി. ഏതൊരു നെൽവിത്തും വികസിപ്പിച്ച് 10 വർഷത്തിനു മേൽ നിലനിൽക്കാറില്ലെങ്കിലും 3 പതിറ്റാണ്ടായിട്ടും കർഷകർ ഉമയെ കൈവിട്ടിട്ടില്ല. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിളയുന്നതിൽ 90% ഉമയാണ്. ഉമയുടെ സവിശേഷത: കുറിയ ഇനമായ പവിഴത്തിൻ്റെയും ഓരുവെള്ളത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പൊക്കാളിയുടെയും സങ്കരമാണിത്. അതിനാൽ അത്യുൽപാദന ശേഷിയും കീടപ്രതിരോധ ശേഷിയുമുണ്ട്. ഇന്ത്യക്കായി ചരിത്രം സൃഷ്ടിച്ചതിന് ശേഷം പേടകത്തിലിരുന്ന് സംസാരിക്കുന്ന ശുഭാംശു ജോയ് എന്ന് പേരിട്ട ഒരു കുഞ്ഞൻ പാവയെ പുറത്തെടുത്തു. വെള്ളയിൽ മഞ്ഞ കൊക്കുകളുള്ള താറാവിൻ്റെ പാവയായിരുന്നു അത്. ബഹിരാകാശ ദൗത്യത്തിനിടെ ഗുരുത്വാകർഷണം ഇല്ലാതാകുന്നത് കാണിക്കാനാണ് ഇത്തരം മൃദുവായ കളിപ്പാവകളെ കൊണ്ടുപോകുന്നത്. 1961 യൂറി ഗഗാറിൻ്റെ ദൗത്യത്തിൽ നിന്നാണ് ഈ ആശയത്തിൻ്റെ തുടക്കം. എന്നാൽ ആക്സിയം 4 ദൗത്യത്തിൽ ജോയ് ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ എന്നതിലുപരി അറിവിൻ്റെ പ്രതീകമാണെന്ന് ശുഭാംശു പറഞ്ഞു.